ജീവിതത്തിൽ നിങ്ങൾക്ക് സന്തോഷം വേണമെന്നുണ്ടെങ്കിൽ, ആളുകളുടെ കണ്ണിൽ റെസ്പെക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ, ആരും നിങ്ങളെ ചെറുതായി കാണാതിരിക്കാൻ വേണ്ടി ഉള്ളിൽ നിന്ന് സ്ട്രോങ് ആയിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പെണ്ണാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. വെറും ഒരു നല്ലവളായ പാവം പെണ്ണായിട്ട് ജീവിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. ഇന്നത്തെ ഈ ലോകത്ത് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ബുദ്ധിപരമായിട്ടും ജീവിക്കാൻ കഴിയുന്നത് സൗന്ദര്യത്തോടൊപ്പം ബുദ്ധി കൂടി മുന്നോട്ട് കൊണ്ടുപോകുന്ന സ്ത്രീകൾക്കാണ്. കാരണം സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോകം പലപ്പോഴും നന്മയെയും വിശ്വാസത്തെയും ബലഹീനതയായിട്ട് കാണാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഒരാൾ എല്ലാ ഒരു കാര്യത്തിനും ഓക്കെ പറയാന്നുണ്ടെങ്കിൽ അവസാനം ആ ഒരാളിനേക്കാളും ഏതൊരു കാര്യത്തിലാണെന്നുണ്ടെങ്കിലും അവസാനം അപമാനിക്കപ്പെടുക. എല്ലാ ബന്ധങ്ങളും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകളല്ലേ പലപ്പോഴും മനസ്സ് തകർന്നിട്ടുള്ളത്. എല്ലാ കാര്യങ്ങളും മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആൾക്കാരാണ് രാത്രി ഒറ്റയ്ക്ക് എന്നിട്ട് എനിക്ക് എന്ത് പറ്റി, ഞാൻ എന്തുകൊണ്ട് എങ്ങനെ ആയതെന്നെല്ലാം ചിന്തിച്ചു കൂട്ടുന്നത്. എല്ലാ സാഹചര്യത്തിലും നല്ലൊരു പെണ്ണായിരിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നവരാണ് അവസാനം എല്ലാ രീതിയിലും ഉപയോഗപ്പെടുന്നത്. ഈ ലോകം അവളുടെ ലാളിത്യത്തെ മുതലെടുക്കും, അവളുടെ മൗനത്തെ അവർ ബലഹീനതയായി കാണും. എന്നാൽ മറ്റൊരു തരം സ്ത്രീകളുണ്ട്. അവർ അധികം സംസാരിക്കാറില്ല, പക്ഷെ അവർ വായ തുറക്കുമ്പോൾ ആൾക്കാർ ശ്രദ്ധിച്ചു കേൾക്കും. അവരെങ്ങനെ വെച്ചാൽ എല്ലാ കാര്യത്തിലും എടുത്ത് ചടിയാണ്ട് പ്രതികരിക്കില്ല. മുന്നിൽ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന രീതിയിലായിരിക്കും അവരുടെ ഓരോ നീക്കങ്ങളും. അവര് ഈ തരം സ്ത്രീകൾ എങ്ങനെ വെച്ചാൽ അവർ ആരെയും ആശ്രയിക്കില്ല, നേരെ മറിച്ച് എല്ലാവരും അവരുടെ കൂടെ നിൽക്കണമെന്ന് ആഗ്രഹിക്കും. ബിക്കോസ് അവരുടെ കയ്യിൽ ഇമോഷൻസ് മാത്രമല്ല, അതിനുപരി ആക്ഷൻസും ലിമിറ്റേഷൻസും എല്ലാം ഒരു ഈക്വൽ ആയിട്ടുള്ള പ്രതിഭാശാലികളായിരിക്കും അവര്. എല്ലാ സത്യങ്ങളും തുറന്നു പറയുന്നതല്ല ബുദ്ധിയെന്നും എല്ലാം സഹിക്കുന്നതല്ല ശക്തിയെന്നും അവർ തിരിച്ചറിയുന്നു. ഈ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് 5 ശക്തമായിട്ടുള്ള വഴികളെയാണ്. അത് നിങ്ങളെ ഒരു ശക്തിയായ പെൺകുട്ടിയായി മാറ്റാൻ സഹായിക്കും. നിങ്ങൾക്ക് വേണ്ടി ജീവിക്കണം എന്നുണ്ടെങ്കിൽ, മാനസികമായിട്ട് സ്ട്രോങ് ആകണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണുക. നമുക്ക് ഈ വീഡിയോ ഒരു കഥയിലൂടെ തുടങ്ങാം. കാരണം കഥകളിലൂടെയാണ് എല്ലാ പാഠങ്ങളും വളരെ എളുപ്പമായി നമ്മുടെ ഉള്ള ഹൃദയത്തിൽ പതിക്കാൻ സാധിക്കുന്നത്. നേഹ ഒരു പാവപ്പെട്ട പെൺകുട്ടിയായിരുന്നു. അവളെ എല്ലാവരും നല്ല കുട്ടി എന്നതിലുപരി നല്ല കുട്ടി എന്നായിരുന്നു വിളിച്ചിരുന്നത്. ഓഫീസിലെ എല്ലാവിധ ജോലികളും അവളായിരിക്കും കാര്യമായിട്ട് തീർത്തിട്ടുണ്ടാവുക. എന്നാൽ പ്രൊമോഷൻസോ റിസൾട്ട്സോ വരുന്ന സമയത്ത് അത് മറ്റൊരാളുടെ പേരിലായിരിക്കും. നേരെ മറിച്ച് വീട്ടിലാണെന്നുണ്ടെങ്കിൽ അവൾ എല്ലാവർക്കും എല്ലാ രീതിയിലും സഹായം ചെയ്തു കൊടുക്കും. എന്നാൽ ഒരു സമയത്ത് അവൾക്ക് താങ്ങ് വേണ്ടി വന്നാൽ അവിടെ ആരും ഉണ്ടാവില്ല അവൾക്ക് താങ്ങായിട്ട്. അവരെല്ലാവരും ഒരു പ്രശ്നം വരുന്ന സമയത്ത് അവളോട് പറയും എന്താ വെച്ച് കഴിഞ്ഞാൽ, യു ആർ സോ ഇമോഷണൽ, അല്ലെങ്കിൽ നീ എല്ലാ കാര്യങ്ങളും മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുകയാണ്, അല്ലെങ്കിൽ പെണ്ണായി കഴിഞ്ഞാൽ അത്യാവശ്യം വിട്ടുവീഴ്ചയൊക്കെ ചെയ്യണം. എന്നാൽ ഇവിടെയൊക്കെ ഹേമയുടെ തെറ്റെന്താ വെച്ച് കഴിഞ്ഞാൽ, അവള് ചിന്തിക്കുന്ന ചിന്താഗതിയാണ്. താൻ ഒരു നല്ലവളായിരുന്നു കഴിഞ്ഞാൽ എല്ലാവരും എല്ലാ ബന്ധങ്ങളും തന്നോടൊപ്പം ഉണ്ടാവുന്നുള്ളൊരു ചിന്തയാണ് അവളെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത്. താൻ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ഇങ്ങോട്ട് കിട്ടുമെന്നും അതുപോലെ തന്നെ താൻ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ ബന്ധങ്ങൾ മുന്നോട്ട് പോകുമെന്ന് അവൾ വിശ്വസിച്ചിരുന്നു. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. ആളുകൾ അവളുടെ നന്മയെ ചൂഷണം ചെയ്യാൻ തുടങ്ങി എന്നല്ലാതെ അവളുടെ വില കുറയാൻ തുടങ്ങി. കാരണം ചോദിക്കാതെ എല്ലാം അങ്ങോട്ട് കൊടുക്കുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് വാങ്ങാൻ ഒരുപാട് പേരുണ്ടാവും. ഇവിടെ നിന്നാണ് സാമർത്ഥ്യവും ബുദ്ധിയുമുള്ള ഒരു സ്ത്രീയുടെ യാത്ര തുടങ്ങുന്നത്. സാമർത്ഥ്യവും ബുദ്ധിയും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെയും ഉപദ്രവിക്കലോ അല്ലെങ്കിൽ കള്ളം പറയലോ അല്ല, മറിച്ച് സ്വയം വിഡ്ഢിയാകാതിരിക്കാൻ ശ്രദ്ധിക്കാനുള്ള കഴിവാണ്. ഈ ലോകം മുന്നോട്ട് പോകുന്നത് ഇമോഷൻസിന്റെ പുറത്തല്ല, മറിച്ച് ബുദ്ധിയുടെയും ചിന്തയുടെയും ആക്ഷൻസിന്റെ പുറത്താണ് ഈ ലോകം മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ നിങ്ങളുടെ ചുറ്റുപാട് തന്നെ നോക്കൂ, ആരാണ് ഏറ്റവും കൂടുതൽ സന്തോഷത്തോടെ ഇരിക്കുന്നത്? എല്ലാ കാര്യത്തിലും കരയുന്ന പെൺകുട്ടികളാണോ, അതോ ശരിയായ സമയത്ത് മൗനം പാലിച്ചിരിക്കുന്നവർക്കാണോ, അതോ ആരുടെ വാക്കിലാണ് ഏറ്റവും കൂടുതൽ വിലയുള്ളത്? എല്ലാം സമ്മതിക്കുന്നവർക്കോ, അതോ തനിക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് സെലക്ട് ആക്കാൻ കഴിയുന്നവരുടെ വാക്കിലാണോ ഈ സമൂഹത്തിൽ വിലയുള്ളത്? ഒരു സാമർത്ഥ്യം ഉള്ള പെൺകുട്ടി ആദ്യം മനസ്സിലാക്കേണ്ടത് അവളുടെ ഊർജ്ജമാണ് അവളുടെ ഏറ്റവും വലിയ സമ്പാദ്യം എന്നാണ്. അവൾ എപ്പോഴും അവൈലബിൾ ആയിരിക്കില്ല. എല്ലാ ഫോൺ കോളും അറ്റൻഡ് ചെയ്യില്ല, എല്ലാ മെസ്സേജിനും ലോങ് ആയിട്ടുള്ള റിപ്ലൈ കൊടുക്കാറില്ല. ഒരു ഓഫീസിൽ 2 പേരുണ്ട്. അതിലൊരാൾ സഹപ്രവർത്തകർക്ക് വേണ്ടി എല്ലാ വർക്ക് ചെയ്തു കൊടുക്കും, എക്സ്ട്രാ വർക്ക് ചെയ്യും, എല്ലാവരെയും സഹായിക്കും. എന്നാൽ മറ്റൊരാൾ സ്വന്തം കാര്യത്തിൽ, അതായത് സ്വന്തം ഇമ്പ്രൂവ്മെന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. ഇനി പ്രൊമോഷൻ വരുന്ന സമയത്ത് റിസൾട്ട് കിട്ടാൻ പോകുന്നത് സ്വന്തം സെൽഫ് ഡെവലപ്മെന്റിൽ ഫോക്കസ് ചെയ്ത ഒരാൾക്കായിരിക്കും. കാരണം ഒരാളെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല അത് ചെയ്തുകൊണ്ടിരുന്നത്, എന്നാൽ മറ്റാൾ എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതാണ് ഹൃദയം കൊണ്ട് ജീവിക്കുന്നവരും ബുദ്ധി കൊണ്ട് ജീവിക്കുന്നവരും തമ്മിലുള്ള വ്യത്യാസം. ബുദ്ധിയുള്ള ഒരു സ്ത്രീ ഒരിക്കലും അധ്വാനത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയില്ല, മറിച്ച് അവർ പണിയെടുക്കും, പക്ഷേ മടിയന്മാരായിട്ടല്ല. അവർക്കറിയാം അവരുടെ ലൈഫിൽ ഏതൊക്കെ സാഹചര്യങ്ങളിൽ യെസ് പറയാൻ നോ പറയണം. അത് പറഞ്ഞതിന് ശേഷം ഉണ്ടാവുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് അവർക്ക് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാവും. അവര് തന്റെ പ്രവൃത്തി കൊണ്ട് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനായിട്ട് നടക്കുകയില്ല. കാരണം സ്വയം സന്തോഷിപ്പിക്കാൻ കഴിയാത്ത ഒരാൾക്ക് എങ്ങനെയാണ് മറ്റൊരാളെ സന്തോഷിപ്പിക്കാൻ കഴിയുക? ഇനി മറ്റൊരു സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വന്തം ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത ഒരു സ്ത്രീയുടെ ഇമോഷൻസ് ഈ ലോകം ഒരു റിമോട്ട് വെച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ തുടങ്ങും. നിങ്ങളുടെ മൂഡ് മറ്റൊരാളുടെ വാക്കുകളിലൂടെ ചേഞ്ച് ആവുന്നുണ്ടോ, അല്ലെങ്കിൽ മറ്റൊരാളുടെ പ്രവൃത്തിയിൽ നിന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് സങ്കടം വരിക, ഇതിനെല്ലാം അർത്ഥം വരുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ അതിന്റെ റിമോട്ട് മറ്റൊരാളുടെ കയ്യിൽ കൊടുത്തിരിക്കുക എന്നുള്ളതാണ്. സാമർത്ഥ്യമുള്ള സ്ത്രീ ഒരിക്കലും എടുത്ത് ചാടി പ്രതികരിക്കില്ല. അവൾ മറുപടി നൽകും. അവൾ ഒരിക്കലും എല്ലാവരോടും എല്ലാം പറയില്ല. അവളുടെ സിറ്റുവേഷൻ ഒരിക്കലും അവളുടെ മുഖത്ത് എഴുതി വെക്കുക ഭാവങ്ങളിലൂടെ പ്രകടമാകുക ചെയ്യാറില്ല. അവൾ ഒരിക്കലും തന്റെ സങ്കടങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞു നടക്കാറില്ല. കാരണം ബലഹീനത കാണിക്കുന്നത് ബുദ്ധിപൂർവ്വം മൗനം പാലിക്കുന്നത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്.
ജീവിതത്തിൽ ഒന്നിനോടും വയലന്റായി പ്രതികരിക്കാതിരുന്നത് നേഹയായിരുന്നു. എന്നാൽ ഒരു ഘട്ടത്തിൽ സ്വന്തം കാലിൽ എല്ലാ പ്രശ്നങ്ങളെയും നേരിട്ട് നിന്നത് നേഹ തന്നെയായിരുന്നു. കാരണം അവൾ മൗനം പാലിക്കുകയായിരുന്നു. ഈ മൗനത്തെ മറ്റുള്ളവർ എന്ത് കരുതി, അവൾക്കൊന്നും അറിയാത്തവളെന്ന് വിലയിരുത്തി. പക്ഷെ അവൾ എല്ലാം കാണുകയായിരുന്നു, എല്ലാം ഒബ്സർവ് ചെയ്ത് അതിൻ്റെതായുള്ള സമയം വന്നപ്പോൾ അവൾ അതിനെതിരെ എഴുന്നേറ്റ് നിന്നു. ഇതാണ് ഒരു യഥാർത്ഥ പെൺകുട്ടിയുടെ സാമർത്ഥ്യം എന്ന് പറയുന്നത്. ഒരു യഥാർത്ഥ പെൺകുട്ടി സാമർത്ഥ്യം തെളിക്കാൻ വേണ്ടിയിട്ട് ബഹളം വെക്കുന്നതല്ല, മറിച്ച് യഥാർത്ഥ സമയത്ത് യഥാർത്ഥ സാഹചര്യത്തിൽ അവളുടേതായിട്ടുള്ള അവകാശങ്ങൾക്ക് വേണ്ടി എണീറ്റ് നിൽക്കുന്നതും അതിന് പോരാടുന്നതാണ്. ഇത് വെറും ഒരു തുടക്കം മാത്രമാണ്. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തെയും നിങ്ങളുടെ വികാരങ്ങളെയും മാറ്റിമറിക്കും. ഒരു സാമർത്ഥ്യത്തിലെ പെൺകുട്ടി ആദ്യം ചെയ്യുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൾ മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിൽ നിന്ന് മാറി നിൽക്കും. കാരണം നമ്മൾ നമ്മുടെ ഭാഗത്തോളം വിശദീകരിക്കാൻ ശ്രമിക്കുന്നവരും അവർ അത് കേട്ടിട്ടും കേൾക്കാതെ പോലെ ഇരിക്കും. നിങ്ങളെ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു വാക്ക് മതി, എന്നാൽ അതിന് നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്നവർക്ക് എത്ര വിശദീകരിച്ചാലും മനസ്സിലാകില്ല. മറ്റുള്ളവരുടെ തെറ്റായ ചിന്തകൾ മാറ്റേണ്ട കടമ അവൾ ഏറ്റെടുക്കില്ല. താൻ ഇതുവരെ എന്ത് ചെയ്തു എന്നതിലല്ല, താൻ ഇനി എന്ത് ചെയ്യാൻ പോകുന്നു എന്നതിലേക്കാണ് അവള് കോൺസെൻട്രേഷൻ കൊടുക്കാറുള്ളത്. ആദ്യമൊക്കെ നിങ്ങളൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാഗം ക്ലിയർ ചെയ്യാൻ ശ്രമിക്കും. നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും, ബട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് അതൊന്നും ചെവി കേൾക്കാതെ നിങ്ങളെ തെറ്റായ രീതിയിൽ ക്ഷമിച്ചിരിക്കും. കാരണം നിങ്ങൾ സ്വയം വിശദീകരിക്കാൻ ശ്രമിക്കുമെന്ന് അവർക്കറിയാം. പണ്ടൊക്കെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവർക്ക് മെസ്സേജ് അയക്കും, എന്നിട്ട് സോറി പറയും, ക്ഷമ ചോദിക്കും. എന്നാൽ ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ ആൾക്ക് ഞാൻ ഈ ഒരു പറഞ്ഞ വാക്കിന് എൻ്റെ ബുദ്ധിയിൽ സ്ഥാനം കൊടുക്കണോ എന്ന് ഉള്ളതാണ് ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കാറുള്ളത്. അയാൾക്ക് അതിൻ്റെ അകത്തുള്ള സ്ഥാനമുണ്ടോ എന്നാണ് നിങ്ങളിപ്പോൾ ആലോചിക്കേണ്ടത്. ഒരു ബുദ്ധിയുള്ള സ്ത്രീ ഒരിക്കലും മറ്റുള്ളവരിൽ നിന്ന് ആഗ്രഹിക്കില്ല, മറിച്ച് അവൾ സ്വയം ശക്തി പ്രാപിക്കാൻ വേണ്ടി മാത്രമേ പ്രയത്നിക്കുകയുള്ളൂ. ഇനിയിപ്പോൾ മറ്റൊരു കാര്യം, ഒരു ഉദാഹരണത്തിലൂടെ പോകാം. ഒരു ഗ്രൂപ്പ് പ്രൊജക്ട്, അതിൽ നിങ്ങൾക്ക് 5 പേരുടെ ഒരു ഗ്രൂപ്പ് പ്രൊജക്റ്റ് ആണ്. അതിൽ നിങ്ങളെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ നിങ്ങളെ റെസ്പെക്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ ലിമിറ്റേഷൻസിന്റെ ഉള്ളിലുള്ളവരാണോ, അതായത് നിങ്ങളുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കുന്നവരാണോ എന്ന് നോക്കുക. കൽപ്പിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു ബുദ്ധിയുള്ള സാമർത്ഥ്യമുള്ള സ്ത്രീ അതിൽ നിന്ന് മാറി നിൽക്കും വിത്തൗട്ട് റിഗ്രറ്റ്. കാരണം അവർക്കറിയാം നമുക്ക് ഇപ്പോൾ തന്നെ റിഗ്രറ്റ് അടിക്കുന്നുണ്ട്, നമ്മൾ ലേറ്റർ അതിൽ ഒരുപാട് സങ്കടപ്പെടേണ്ടി വരും. മറ്റുള്ളവരെപ്പോഴും നിങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി മാത്രമാണ് ശ്രമിക്കുന്നത്. ഒരു ബുദ്ധിയുള്ള സ്ത്രീ, നല്ലവളായ സ്ത്രീ എപ്പോഴും ചെയ്യുന്നത് തെറ്റുകൾ അംഗീകരിക്കും. എന്നാൽ അടുത്ത പ്രാവശ്യം ആ തെറ്റുകൾ തന്റെ കയ്യിൽ നിന്ന് വരാതിരിക്കാനും ആ പഴുതുകൾ അടക്കാനും അവൾ പരമാവധി പ്രയത്നിക്കും. പക്ഷെ അവൾ തന്റെ ബലഹീനത മറ്റുള്ളവരുടെ മുന്നിൽ പ്രദർശിപ്പിക്കാറില്ല. ഏത് കാര്യത്തിലാണോ തനിക്ക് പിഴവ് പറ്റിയെന്ന് മനസ്സിലാക്കി അവൾ അതിനെ താരതമ്യം ചെയ്യുന്നു, എന്നിട്ട് അതിനെ ഇംപ്രൂവ് ചെയ്യാൻ അവൾ പരമാവധി ശ്രമിക്കുന്നു. അവൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളേക്കാൾ തന്റെ പേടിയെയാണ് അവൾ മനസ്സിലാക്കുന്നത്. ഒറ്റപ്പെടുന്നതിനെ കുറിച്ച് അവൾക്ക് ഭയമില്ല, കാരണം അവൾ സ്വയം വളരുന്ന തിരക്കിലായിരിക്കും. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബുദ്ധിയുള്ള സ്ത്രീ ഒരിക്കലും അവളുടെ എല്ലാവിധ ആക്ഷൻസും മുൻകൂട്ടി പറയുകയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും പറയുകയോ ചെയ്യാറില്ല. എല്ലാം വളരെ സീക്രട്ട് ആയിരിക്കും. സ്വന്തം വില കൽപ്പിച്ച് മാത്രമേ അവൾ ഏതൊരു ബന്ധത്തിൽ നിലനിൽക്കാറുള്ളൂ, അതിന് ഏതൊരു തരം ബന്ധമായാലും. അപ്പോൾ ഇതുപോലുള്ള മോട്ടിവേഷണൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ഫോർ മോർ. താങ്ക്സ് ഫോർ വാച്ചിങ്.